ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് സാന്താക്ലോസിൻ്റെ ക്യാപ്പ് ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ക്യാപ്പാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് ഇത്തിരി നീളം കൂടുതലാണ്, അതുപോലെ വീതിയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ അളവിനകത്താണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നോർമൽ സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറിനകത്ത് ആദ്യം കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 10 ഇഞ്ചിലും മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 9.5യിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കുക. സെൻറ്റർ ഭാഗം എടുത്തിട്ട് അതിൽ നിന്ന് മുകളിലോട്ട് കറക്റ്റായിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണം അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ 9 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 10ഓ 12ഓ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആർക്കാണോ തയ്ക്കണത്, കുട്ടികൾക്കാണോ മുതിർന്നവർക്കാണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ, ലെങ്ത് ആയാലും വിഡ്ത്ത് ആയാലും. ഞാനിവിടെ 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ നേരെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ 9 എടുത്ത പോയിന്റിൽ നിന്നും സൈഡിലോട്ട് നമ്മൾ ഓരോ പോയിന്റിലേക്കും ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ത്രികോണം പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് തുണിനകത്ത് ഇത് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫെൽറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് ആ തുണി വെച്ചിട്ട് സോഫ്റ്റ് ടോയ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇത് തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ഏത് തുണിയിലും വേണമെങ്കിലും എടുക്കാം. ഇതാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. കുറച്ച് ബനിയൻ പോലത്തെ ഒരു മോഡലാണ്. ആദ്യം നമുക്ക് തുണീനെ രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് സ്റ്റിച്ചിങ് വരുള്ളൂ. നേരെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും സ്റ്റിച്ചിങ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലെങ്ത്തിൻ്റെ ഭാഗത്ത് കിട്ടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഒരു വൈറ്റ് കളറിൽ ഒരു പീസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇത് ഫെൽറ്റിൻ്റെ തുണി തന്നെയാണ്. നമുക്കത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ലെങ്ത്ത് 4 ഇഞ്ച് എടുക്കാം കേട്ടോ. എന്നാലാണ് നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് അതിനകത്ത് ഇരിക്കുമ്പോൾ കറക്റ്റ് ഒരു സൈസിൽ കിട്ടും. റെഡ് കളർ തുണി എത്രയാണോ വീതിയിലെടുത്തത് അത്രയും വീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടായിട്ട് തുണി മടക്കിയിട്ടതിന് ശേഷമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഫോൾഡുള്ള ഭാഗം കറക്റ്റ് ഫോൾഡുള്ള ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ വൈറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുക. അപ്പം നല്ല വശം വരുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ മടക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ ആ ലെങ്ത്തായിട്ട് കട്ട് ചെയ്തെടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറച്ചിട്ടതിന് ശേഷം നമുക്ക് വൈറ്റ് കളറിൽ കട്ട് ചെയ്ത് വെച്ചത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ് വന്ന ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സൈഡിൽ ജോയിൻ ചെയ്തെടുക്കുക. നമ്മളത് ചെയ്തില്ല ആദ്യം തൊപ്പിയുടെ ഭാഗം. അപ്പോൾ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിടുമ്പോൾ ഇതുപോലെ ഇട്ടാ മറച്ചിടുന്നത്, അല്ലാണ്ട് ഉള്ളിലോട്ട് വേറെ ഒന്നും മറച്ചിടുന്നില്ല. നല്ല വശം തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് സൈഡിൽ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വലിച്ചു കൊടുക്കാണ്ട് കറക്റ്റായിട്ട് വലിക്കാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അറ്റ ഭാഗം എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഫോൾഡുള്ള ഭാഗം അടിയിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണത്. മുക്കാൽ ഭാഗം നമ്മുടെ തൊപ്പിയുടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊപ്പിയുടെ മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ടുള്ളത് റെഡിയാക്കി എടുക്കാം കേട്ടോ, ഒരു ബോൾ പോലെയുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു അടപ്പന എടുത്തിട്ടുണ്ട്. തുണി രണ്ടാക്കി മടക്കിയിട്ട് ഈ അടപ്പിൻ്റെ കറക്റ്റ് അളവിനകത്ത് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 2.5 സെൻറ്റിമീറ്ററിലൊക്കെ നമുക്ക് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള റൗണ്ടായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് നമ്മൾ ഫൈബറിൻ്റെ പഞ്ഞി നിറച്ച് വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വട്ടം സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് അഴിഞ്ഞു പോകും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തതിന് ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനകത്ത് ഫൈബറിൻ്റെ പഞ്ഞി നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സൂചി നൂലെടുത്തിട്ട് അതിനെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. വെറുതെ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ,
അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് കൈയും വെച്ചിട്ടൊന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കുക. അപ്പോൾ നമുക്കതൊരു ബോൾ പോലെ ഒരു രൂപത്തിൽ കിട്ടും കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ ബോൾ ഉണ്ടാക്കുന്നത് അതനുസരിച്ചായിരിക്കും വരാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ അറ്റഭാഗത്ത് തുന്നി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതുപോലെ ഒരു ക്യാപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.